ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിർമ്മലമായി സിത്താരമേമനോട് എന്തോ സംസാരിച്ചു. അതിനെന്താ സാർ, ഒരു ഫംഗ്ഷന് കാണുമ്പോൾ പരസ്പരം സംസാരിക്കില്ലേ? ഇല്ല, അവര് പരസ്പരം സംസാരിക്കില്ല. ഇത്രയും അടുത്ത് നിന്ന് ഇങ്ങനൊരു സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഉണ്ട്. വേറെ ചില സമയത്തെ സാറിനെ പോലെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള വേറൊരാളെ കാണാനേ പറ്റില്ല. അതവിടെ ഞാൻ എടുത്തു വെക്ക് സാറേ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സാറ് സത്യത്തിൽ റൊമാൻറ്റിക് ആണോ അതോ അൺറൊമാൻറ്റിക് ആണോ? എടോ മാണിക്കുഞ്ഞ്, ഓ, സത്യത്തില് സിത്താര ശ്രീനിവാസൻ അവരുടെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാനതൊരു ബിസിനസ് ഡീലായിട്ടാണ് കണ്ടത്. അവരുടെ സമ്പത്തും സൗകര്യങ്ങളും നമ്മുടെ ബിസിനസ്സുമായി കൂട്ടിയിണക്കുന്ന ഒരു പെർഫെക്റ്റ് ഡീൽ. പക്ഷേ കുറച്ചുനാൾ കടന്നുപോയപ്പോ ചില സമയത്ത് ഗാഥയോട് എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ തോന്നി. അന്ന് എന്നോട് പിണങ്ങിയ ഗാഥയെ നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോയില്ലേ? അന്ന് അയാളോടൊപ്പം ഞാൻ ഐസ്ക്രീം കഴിച്ചില്ലേ? ആ സമയത്തൊക്കെ ഞാൻ എന്താ പറയാ, എടോ താൻ പറഞ്ഞതുപോലെ ഫുള്ള് റൊമാൻറ്റിക് ആയിരുന്നു. ഈ കോളേജിലേക്ക് എത്തുന്ന സമയം തനി കാമുകനായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയില്ലേ, അത്. എന്റെ പൊന്നു സാറേ, അങ്ങനെ ഫുൾ ടൈം റൊമാൻറ്റിക് ആയിട്ടൊന്നും നടക്കണ്ട. എടോ, എന്റെ ആദ്യത്തെ പ്രണയം ബിസിനസ് തന്നെ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. താൻ വന്നേ. സാറേ, സാറിന് മനസ്സിലാക്കാനുള്ള പഠിപ്പ് ഞാൻ ഇനി വേറെ പഠിക്കണം സാറേ. തന്നെ ഞാൻ പഠിപ്പിക്കാം. തന്നോട്ട് വന്നേ. കൃഷ്ണേച്ചി, ഇനി വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുവാ? എന്താ വേണ്ടത് നിനക്ക്? വലുതൊന്നും വേണ്ട. അച്ഛന്റെ കയ്യിലാണെങ്കിൽ കാശും ഉണ്ടാവില്ല. ഏതെങ്കിലും ചെറിയൊരു കളിപ്പാട്ടം വാങ്ങിച്ചോ. വാങ്ങിക്കാലോ. ഇപ്പൊ ചെറിയൊരു കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. കുറച്ചു ദിവസം കഴിയുമ്പോഴേ കൃഷ്ണേച്ചിക്ക് കാശൊക്കെ കിട്ടി, കൃഷ്ണേച്ചിയുടെ അമ്മയ്ക്ക് സുഖമൊക്കെ ആയിട്ട് മോൾക്ക് വലിയൊരു കളിപ്പാട്ടം ഞാൻ വാങ്ങിച്ചു തരും. അത് അച്ഛൻ പറയും പോലെയാ, കിട്ടാനൊന്നും പോകുന്നില്ല. ഞാനല്ലേ പറയുന്നേ, ഉറപ്പായിട്ടും തന്നിരിക്കും. സുനന്ദേ, ഇന്നലത്തെ ഫോട്ടോ മാഡം കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണേ. കണ്ടിട്ട് എന്തായിരുന്നു അവരുടെ പ്രതികരണമെന്നേ കൂടെയുള്ള ആ പെണ്ണിനോടോ മറ്റോ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. അതിന് ഞാനിന്ന് പോണില്ലല്ലോ. പോണില്ലേ? അതെന്താ, നിന്നെ പുറത്താക്കിയോ? പുറത്താക്കിയൊന്നുമല്ല, അവരെല്ലാം കൂടി ഇന്ന് എന്തോ ഫംഗ്ഷന് പോവാന്ന് ചെല്ലണ്ടാന്ന് പറഞ്ഞു. ഒരു കാര്യം തുടങ്ങി വെച്ചാ അപ്പ ഒരു അതിനൊരു തടസ്സം. ആ പെണ്ണിനൊരു സഹായം ചെയ്യാന്ന് വിചാരിച്ചതാ. ദുബായ് മാമ, അതെ ദുബായ് മാമ, പോണ്ടേ? രണ്ടാളും കൂടി ഇങ്ങനെ പഞ്ചര വർത്താനം പറഞ്ഞോണ്ട് നിന്നാ മതിയോ? പഞ്ചാരയൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറെ ആയി മോളെ. ഞങ്ങള് രണ്ടാളും കൂടെ ഇപ്പൊ ഇരുന്നാലേ ഒരാള് കഷ്ടപ്പാട് പറയും, ഒരാള് ഗതികേടും ദുരന്തവും പറയും. അത്ര തന്നെ കാര്യം. ഒരു ദിവസം ദുബായ് മാമൻ നോക്കിക്കോ, കയ്യിൽ ബാക്കി വന്ന ടിക്കറ്റ് ചിലപ്പോ ഒന്നാം സമ്മാനായിട്ട് ദുബായ് മാമന് കിട്ടും. മിക്കവാറും അന്നായിരിക്കും ലോകാവസാനം. എന്റെ പൊന്നു മോളെ, ലോട്ടറി വിൽക്കാൻ നടക്കുന്നത് നമ്മളെ ആളുകളെ ആശിപ്പിക്കുന്നു. നമ്മൾ സ്വയം ആശിച്ചാലേ ആശമുത്ത് ചത്തുപോകും. മോള് നടന്ന സുനന്ദേ, നീ പോകുന്നില്ലെങ്കിൽ ഉച്ചക്ക് ഞങ്ങൾ ഉണ്ണാൻ വരും കേട്ടാ. വാ മോളെ. അമ്മ പോന്നില്ലേ? ഇല്ല. നന്നായി. അപ്പോ എന്നെ അമ്മ പടം വരയ്ക്കാൻ സഹായിക്കണം കേട്ടോ. ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. മോള് പോയിരുന്ന് വരച്ചോ. സിനി, എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക കണ്ണു വേണം. മാം, നിർമ്മലയും കീർത്തിയും വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒക്കെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം, മനസ്സിലായോ? വരൂ വരൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ വിളിച്ചപ്പോ മുംബൈയിലായിരുന്നല്ലേ, വരാതിരിക്കൂന്ന് കരുതി.
മുംബൈനെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ആരംഭിക്കുക. അറിയാലോ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. വെരി ഗുഡ് സർ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മിസ്സിസ് സിത്താര ശ്രീനിവാസനെ കുറിച്ച് തന്നെ സംസാരിക്കുകയായിരുന്നു. എനിക്ക് ദോഷമുള്ള കാര്യമൊന്നും അല്ലല്ലോ അല്ലേ? സംസാരിച്ചത് ഈ വിവാഹത്തെ കുറിച്ച് തന്നെയാണ്. നവീൻ, യുവർ ചോയ്സ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. താങ്ക് യു. ഇനി മുന്നോട്ടുള്ള ബിസിനസ്സിൽ നവീനും സിത്താരയും ഒരുമിച്ചായിരിക്കും അല്ലേ? പിന്നെ ഞങ്ങളെല്ലാവരും ബിസിനസ് അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരുമോ? നോ മിസ്റ്റർ കൃഷ്ണമൂർത്തി. നവീന് അയാളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്, എനിക്ക് എന്റേതും. ഇപ്പൊ എങ്ങനെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, വിവാഹത്തിന് ശേഷവും അങ്ങനെ തന്നെ ആയിരിക്കും. മോളെവിടെ? ഷീസ് ഗെറ്റിംഗ് റെഡി. ഇത് കഴിഞ്ഞ എനിക്ക് ഫംഗ്ഷൻ ഹാളിലേക്ക് പോവാലോ അല്ലേ? ഫംഗ്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാഡം എൻ്റർ ചെയ്താൽ മതി. വരൂ വരൂ. ആ, സിത്താര വന്നിട്ട് അധിക നേരം ആയോ? അതെന്തൊരു ചോദ്യാണ്. ഇന്ന് ഞാനല്ലേ നിങ്ങളെ എല്ലാവരെയും സ്വീകരിക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ എത്തി. ഹലോ. ഹായ് നവീൻ. ഞങ്ങളിപ്പോ സിത്താരോട് ചോദിച്ചതേ ഉള്ളൂ, ഇനി മുതൽ അങ്ങോട്ട് കളരിക്കൽ ഗ്രൂപ്പും മംഗലത്ത് ഗ്രൂപ്പും ഒരുമിച്ചാണോ പോകുന്നതെന്ന്. എനിക്ക് എന്റേതായ ഐഡന്റിറ്റി ഉണ്ട്, നവീന് നവീന്റേതായ ഐഡന്റിറ്റി ഉണ്ടെന്ന് സിത്താര മേഡം പറഞ്ഞില്ലേ? എക്സാക്ട്ലി. അത് തന്നെയാണ് തീരുമാനം. എനിവേ കൺഗ്രാറ്റ്സ് നവി. ഇതൊരു നല്ല അലയൻസാ. താങ്ക് യു. യു ഗൈസ് പ്ലീസ് സിറ്റ്. ആ സാറേ, നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? ഓക്കെയാണ്. പക്ഷെ മുഹൂർത്തത്തിന്റെ നിമിഷം വരെ ആർക്കും ഒന്നും മനസ്സിലാവരുത്. നിർമ്മല മാറുന്നുള്ളൂ. മാണിക്കുഞ്ഞ്, സാർ. നിർമ്മല അമ്മായി സിത്താര മേമനോട് എന്തോ സംസാരിച്ചു. അതിനെന്താ സാർ, ഒരു ഫംഗ്ഷന് കാണുമ്പോൾ പരസ്പരം സംസാരിക്കില്ലേ? ഇല്ല, അവര് പരസ്പരം സംസാരിക്കില്ല. ഇത്രയും അടുത്ത് നിന്ന് ഇങ്ങനൊരു സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഉണ്ട്. താനെ അമ്മായി ഒന്ന് വാച്ച് ചെയ്യണം. കൃഷ്ണ